പോയി അല്ലേ? കാരണം തിന്മ നിറഞ്ഞു പോയി. വലിയ വലിയ മണിമാളികകളിൽ മദ്യശാലകളാണ്. അവിടെ പാർക്കുന്നവരുടെ ജീവിതം ഇരുട്ടറയിലാണ്. അല്ലേ അല്ലേ? രാത്രി പോയിട്ട് ഒറ്റക്ക് മദ്യം കഴിക്കുന്നവനും കുടുംബത്തെ കൂട്ടിയിട്ട് മദ്യം കഴിക്കുന്നവനും പെരുകി വരുന്ന കാലഘട്ടമാണ്. സാമൂഹിക തിന്മകൾ വർദ്ധിക്കുന്ന കാലമാണ്. സംഘടിച്ച് തെറ്റ് ചെയ്യാൻ വാഹനമെടുത്ത് പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പുണ്യ നബിയെ മറക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തെ വിശാലമാക്കുന്നതെന്തോ അതാണ് വാബിസ, നന്മ. ഈ ലോകത്ത് നന്മക്കൊരു ഡെഫിനിഷൻ ഇല്ലേ? ആരെങ്കിലും പറഞ്ഞോ നന്മ എന്താണെന്ന്? കുറച്ചൊക്കെ ഫിലോസഫി വായിക്കാൻ ഈ വിനീതൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ചെറിയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. ഇപ്പോഴും ഞാൻ ഫിലോസഫിയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ചെറിയ വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ ലോകത്ത് നന്മക്കും തിന്മക്കും ഒരു നിർവചനം ഈ ലോകത്ത് തത്വചിന്തകന്മാരൊന്നും നൽകിയത് കണ്ടിട്ടില്ല. എന്താണ് നന്മ, എന്താണ് തിന്മ? തിന്മ എന്തെന്നറിയുമോ വാബിസ? അത് മനസ്സിൽ മുള്ളുപോലെ തറച്ചു നിൽക്കുന്നതാണ് തിന്മ. പുണ്യനബി അരുളുകയാണ്. ശരിയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിങ്ങട്ട് ചെയ്യുമ്പോ അവന്റെ മനസ്സിന്റെ അകത്തൊരു കാറമുള്ള തറക്കാണ്. അള്ളാന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാബിസ, ഹൃദയത്തിൽ വിശാലത ഉണ്ടാക്കുന്നതാണ് നന്മ. അല്ലേ അല്ലേ? ഒരു നന്മ ചെയ്താൽ അന്ന് ഹാർട്ട് എത്ര വിശാലായി. ഒരു സദഖ ചെയ്താൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഒന്ന് നിസ്കരിച്ചാൽ, ഒരു നേരത്തെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ നെഞ്ചെത്ര തുറന്നു. ഒരു തെറ്റ് ചെയ്താൽ അത് മനസ്സിൽ തറക്കുന്നതാണ്. ജനങ്ങൾ കാണാതിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് തിന്മയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം മദീനയിൽ ഇങ്ങനെ കാർമേഘങ്ങൾ വന്നുകൂടി, മഴ ഇങ്ങനെ ആളുകൾ മോഹിച്ചു നിൽക്കുക. ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞ ഒരു തിരുവ്യക്തിത്വത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ഏതറ്റം വരെയാണ് ആ സ്നേഹത്തെ കൊണ്ടുപോകേണ്ടത്? ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മഴ ഇവിടെ പെയ്യൂല. കാരണം മേഘങ്ങളുടെ മലക്ക് എന്റെ അടുത്ത് വന്നിരുന്നു. യമൻ താഴ്വാരത്തിലാണ് ഈ മഴ പോയി പെയ്യുകയെന്ന് മേഘങ്ങളുടെ മലക്ക് എന്നെ അറിയിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. 2 ദിവസം കഴിഞ്ഞപ്പോ യമനിൽ നിന്ന് ഒരാൾ വന്നപ്പോ അവിടെ ചെയ്ത മഴയുടെ വിശേഷം പറഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ട നഗരിയാണ് ഈ മദീന. ഷാഹേ മദീന, ഷാഹേ മദീന, യസ്രിബ് കെ വാലി, സാരേ നബി തെരെ ദർ കെ സവാലി. സകല അമ്പിയാക്കളും അങ്ങയുടെ ഉമ്മറപ്പടിയിലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ ചക്രവർത്തി ജൽവേ ഹെ സാരേ തേരെ ഹി ദം സേ, ആബാദ് ആലം തേരെ കറം സേ. ഈ ലോകത്ത് ആൾപ്പാർപ്പുണ്ടായത്, ഈ ലോകത്ത് മനുഷ്യത്വത്തിന്റെ വാസമുണ്ടായത് അങ്ങയുടെ സ്പർശം കൊണ്ടാണ് നബിയെ. തേരെ ലിയേ ഹി ദുനിയാ ബനി ഹേ, അങ്ങേക്ക് വേണ്ടി ഈ ദുനിയാവ് നീലേ ഫലക് കീ ചാദർ തനി ഹേ. നീലാകാശം വിരിഞ്ഞു നിൽക്കുന്നത്, അത് വിശാലമാക്കപ്പെട്ട് നിൽക്കുന്നതും നബിയെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് വേണ്ടിയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൂനെ ജഹാൻ കി മെഹഫിൽ സജായി, താരീഖിയോ മേ ശമ്മാ ജലായി. അങ്ങാണ് ഇരുട്ടത്ത് വിളക്ക് വെച്ചത് പരിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹർ സിമത്ത് ഛായി രാത് കാലി, സാരേ നബി തെരെ ദർ കെ സവാലി. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് നമ്മൾ മദീനയിലേക്കുള്ള പാത പിരിഞ്ഞു പോകുമ്പോ ഈ വിനീതൻ സ്വയം, പലരും ഇസ്ലാമില് എന്റെ ചരിത്രത്തില് സലാത്ത് നിർമ്മിച്ചിട്ടുണ്ട്.
ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഇബ്രാഹിമി തന്നെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സലാത്തുകളിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ദൽ അതാണ്. കാരണം സലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചുകൊണ്ട് ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് നബിയുടെ അടുത്ത് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നേരിട്ട് പറഞ്ഞു കൊടുത്തത് ഈ സലാത്താണ്. അതാണ് അത്തഹിയാത്തിലെ സലാത്ത്, അതാണ് മയ്യിത്ത് നിസ്കാരത്തിലെ സലാത്തുൽ ജനാസയിലെ സലാത്ത്. ആ സലാത്തിന് ഇബ്രാഹിമി സലാത്ത് എന്ന് പേര് കിട്ടാൻ കാരണം അതിനകത്ത് ഇബ്രാഹിം ഉണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹു തആല ഇബ്രാഹീമിനും കുടുംബത്തിനും അനുഗ്രഹം ചെയ്ത പോലെ മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹം ചൊരിയണമേ. പക്ഷെ കൊച്ചു കൊച്ചു സലാത്തുകൾ പലരും ക്രോഡീകരിച്ച കൂട്ടത്തിൽ ഞാനൊരു സലാത്ത് ക്രോഡീകരിച്ചത് കഴിഞ്ഞ സദസ്സിൽ പറഞ്ഞിട്ടത് പിരിഞ്ഞിട്ട് അത് ചൊല്ലിയിട്ടാണ് നമ്മൾ പിരിയുന്നത്. اللهم صل وسلم وبارك على سيدي ونبيي محمد وعلى آله وصحبه الممجد. അല്ലാഹുവേ, നബിയുടെയും അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കുടുംബത്തിന്റെയും സഹാബത്തിന്റെയും മേൽ സലാത്തും സലാമും ബർക്കത്തും ചൊരിയണമേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹു സലാത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ദിവസം ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഒരു സ്ത്രീ മദീനയിൽ കുഞ്ഞിനെ പ്രസവിച്ചു. സാധാരണ മാതിരി കുഞ്ഞുണ്ടായി. കുഞ്ഞിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. യമാമ യുദ്ധത്തിന്റെ മൈതാനിയാണ്, യുദ്ധക്കളമാണ്. കുഞ്ഞിനെ അള്ളാഹിന്റെ റസൂലിന് മുമ്പിൽ കാണാമെന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വിനോദം ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ കുഞ്ഞ്, തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞ്, ഹദീസിൽ പറയാണ് തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിന്റെ കവളത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു, യാ ഗുലാം മൻ അന, മോനെ ഞാൻ ആരാണ്? ഉടൻ തന്നെ ഈ തുണി കൊണ്ട് പൊതിഞ്ഞ ചോര പൈതൽ പറയുകയാണ്, അൻത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന് അവസാനം വരെ ദൃഷ്ടാന്തമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹാ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യറാ ഫിൽ ദുൽമതി കമാ യറാ ഫിൽ ദൗ. വെളിച്ചത്തിൽ കണ്ണ് കാണുന്ന പോലെ ഇരുട്ടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല പോലെ കണ്ണ് കാണുമായിരുന്നുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് മുഴുവൻ ചൊരിഞ്ഞു തരുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ചൊരിഞ്ഞു തരുന്ന കരങ്ങളെ മുസ്തഫാന്റെ കരങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം.